എല്ലാവർക്കും നമസ്കാരം. പലപ്പോഴും ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ഓർത്ത് എന്താ ഇവരിങ്ങനെ ചോദിക്കുന്നത് എന്ന്. അപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി പല ആൾക്കാർക്കും കൃഷിയിൽ പുതുതായിട്ട് വന്ന ആൾക്കാർ അവർക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പുതിയ കൃഷിക്കാരെ എപ്പോഴാണെന്നുണ്ടെങ്കിൽ നോക്കുന്നത് ഗൂഗിള് ചെയ്ത യൂട്യൂബ് കയറിയൊക്കെ നോക്കുവാണ്. അപ്പം അവർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള അറിവുകളാണ് കിട്ടുന്നത്. അപ്പം ഞാൻ സിമ്പിളായിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഈ വളപ്രയോഗത്തെ പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം കൃഷിയിൽ വലിയ മാസ്റ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെടില്ല എങ്കിൽ തന്നെ ചെറിയ ചെറിയ ടിപ്പുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മളെല്ലാവരും എപ്പോഴും കേട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് NPK എന്ന് പറയുന്നത്. NPK എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നാണ്. അപ്പം നൈട്രജന് ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇല ഭാരമുണ്ടാകാൻ വേണ്ടിയിട്ടും പ്രകാശ സംശ്ലേഷണത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ധർമ്മം. അതേസമയം ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുപൊടിയിൽ, മസൂറി ഫോസ് എന്ന് പറയുന്ന പാറപ്പൊടിയിൽ അല്ലെങ്കിൽ സിന്തറ്റിക് ഫെർട്ടിലൈസറിലുള്ളതല്ല. ഫോസ്ഫറസ് എന്ന് പറയുന്നത് ചെടികളുടെ സീഡ് സെറ്റിങ്, ഫ്ലവറിങ്, അതുപോലെ വേരിനെ റൂട്ട് സിസ്റ്റം എങ്ങനെയാണ് റെഡിയാക്കുക, അതിൻ്റെ ധർമ്മമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ കരുതിയിരിക്കുന്നത് പൊട്ടാസ്യം ആണ്. പൊട്ടാഷ് എന്ന് പറയുന്ന പൊട്ടാസ്യമാണ് നന്നായിട്ട് ചെടികൾ പൂക്കാനും കായ്ക്കാനും ഉപകാരപ്പെടുന്നത് എന്നാണ്. അത് ഒരു തെറ്റായ അറിവാണ്. സീഡ് സെറ്റിങ്ങിനും ഫ്ലവർ ഉണ്ടാകാനും ട്യൂബർ എന്തെങ്കിലും നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നടുമ്പോൾ അതിനും എല്ലാം ഉപകാരപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഫോസ്ഫറസ് അതിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം കൊടുക്കുന്ന കരുത്ത് വേണം. പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം ആണ് ചെടിക്ക് ഒരു കരുത്തുണ്ടാക്കി കൊടുക്കുന്ന, ഒരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കുന്ന, രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ട് ചെടി തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടാക്കി കൊടുക്കുന്നതെല്ലാം പൊട്ടാസ്യമാണ്. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ട്. അതായത് തമ്മിലൊരു സ്നേഹമുണ്ട് പൊട്ടാസ്യവും ഫോസ്ഫറസും തമ്മിൽ. അതായത് നമ്മൾ വേഗമായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട്, നല്ല കൊലകുത്തി പൂക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ഫോസ്ഫറസ്, അതായത് നമുക്കറിയാം നാട്ടിലൊക്കെ റോസൊക്കെ എല്ലുപൊടി ഇടുന്ന ഫോസ്ഫറസിൻ്റെ ഒരു വലിയ കലവറയാണത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കും. അപ്പം ചിലരോർക്കും ഫോസ്ഫറസ് അല്ലല്ലോ പൊട്ടാഷാണല്ലോ ഒന്ന് ഇടേണ്ടതെന്ന്. പക്ഷെങ്കിൽ ഫോസ്ഫറസ് ഇടുമ്പം വരുന്നുണ്ട്. കാരണം അതിൻ്റെ ധർമ്മമാണ് സീഡ് സെറ്റിങ്ങും ഫ്ലവറിങ്ങും. അതുപോലെ ഈ നമ്മൾ ഇഞ്ചിയൊക്കെ നടുമ്പോൾ എല്ലുപൊടി ഇട്ടിട്ട് നടുന്ന കാണാം. ഈ ട്യൂബർ ഉണ്ടാക്കാൻ, റൂട്ട് സിസ്റ്റം നന്നാക്കാനെല്ലാം ഉള്ളത് ഫോസ്ഫറസ് തന്നെയാണ്. പക്ഷെങ്കിൽ അക്കൂടെ നമ്മളെല്ലാവരും ഇടുന്നതാണ്. ഈ കപ്പയൊക്കെ പറിക്കാറുണ്ട്, ചുള്ളി മരച്ചീനിയൊക്കെ പറിക്കുന്ന സമയത്തൊക്കെ കുറച്ച് പൊട്ടാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പറിക്കുമ്പം നല്ല നൂറുമുറ്റിയ നല്ല ടേസ്റ്റുള്ള കപ്പയായിരിക്കും, നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എന്താ പറഞ്ഞാൽ ചെടിക്കൊരു കരുത്ത് കിട്ടിക്കഴിയുമ്പം ഈ ഫോസ്ഫറസിൻ്റെ ധർമ്മം നല്ല രീതിയിൽ അവിടെ വർക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ അടുത്തത് പൊട്ടാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നാട്ടിൻപുറത്ത് ഉള്ള എല്ലാവരും പൊട്ടാസ്യം നന്നായി കൃഷിക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചാരം, വെണ്ണീർ എന്ന് പറയുന്ന വുഡ് ആഷാണ് എല്ലാ പൊട്ടാസ്യം സോഴ്സിലും വെച്ച് ഏറ്റവും വേഗത്തിൽ ചെടിക്ക് ആഗിരണം ചെയ്യാൻ പറ്റുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ജൈവവളം ഇട്ടാലും വേഗം ചെടിക്ക് എടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. നമ്മൾ രാസവളമാണ് വേഗം ചെടി എടുക്കുന്നത്. പക്ഷെങ്കിൽ ഈ വുഡ് ആഷാണ് പൊട്ടാസ്യം ഏറ്റവും നന്നായിട്ട് ചെടിക്ക് വേഗം ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലുള്ള ഒരു പൊട്ടാസ്യം. അപ്പോൾ നമ്മൾ നനഞ്ഞു കഴിഞ്ഞാൽ അത് ലീച്ചിങ് വഴി വേഗം നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഈ വുഡ് ആഷിന്, ചാരത്തിന്. അത് നമുക്ക് കലക്കി ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാം ഡൈലൂട്ട് ചെയ്ത്. ഇതെല്ലാം ചെടിക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. നമ്മൾ സിന്തറ്റിക് പൊട്ടാസ്യത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് മ്യൂരിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സാധാരണഗതിയിൽ നാട്ടിലൊക്കെ എല്ലാവരും മേടിച്ചിടുന്നത്. അതിനകത്തൊരു അപകടം പതിയിരിപ്പുണ്ട്. മ്യൂരിയേറ്റ് ഓഫ് പൊട്ടാഷിനകത്ത് എന്താ പറയുന്നത്, ക്ലോറിൻ്റെ സാന്നിധ്യം വളരെ ഏറെയുണ്ട്. ക്ലോറിന് ഒരുമാതിരി ചെടികൾക്കൊന്നും തന്നെ താല്പര്യമില്ലാത്ത ഒരു വസ്തുവാണ്. ചെടികൾക്ക് വേണ്ട 17 എലമെൻറ്റ്സ്, 17 മൂലകങ്ങളിൽ ഒരെണ്ണം ക്ലോറിനാണ്. എങ്കിൽ തന്നെ ചെടികൾക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാശാനാണ് ഈ നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത്.
അപ്പം ഈ ക്ലോറിൻ അടങ്ങിയിരിക്കുന്ന മ്യൂരേറ്റ് പൊട്ടാഷ് മാനുഫാക്ചറിങ് കോസ്റ്റ് കുറവായത് കാരണം അതാണ് നമുക്ക് ധാരാളമായി കിട്ടുന്നത്. അത് ഫലം ചെയ്യും, പക്ഷേങ്കിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അതിന് പല കൃഷികൾക്കും അത് നല്ലതല്ല. അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്ന SOP ആണ്. സൾഫേറ്റ് ഓഫ് പൊട്ടാഷിനകത്ത് പൊട്ടാസ്യവും സൾഫറുമാണ് ഉള്ളത്, ക്ലോറിൻ ഇല്ല അതിനകത്ത്, സൾഫറാണ് ഉള്ളത്. ഒട്ടുമിക്ക ചെടികൾക്കും സൾഫറിനെ വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഫ്രൂട്ട് ട്രീസ്, എന്ത് ഫ്രൂട്ട് ട്രീസ് ആണെങ്കിലും എല്ലാത്തിനും തന്നെ സൾഫറിനെ ഇഷ്ടമാണ്. പക്ഷെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഒരു സ്വഭാവം ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫറിൻ്റെ സാന്നിധ്യം മണ്ണിൻ്റെ pH ലോവറാക്കി കളയും. അതായത് അമ്ല ഗുണം കൂട്ടും. സാധാരണ നമ്മുടെ സോയിൽ pH 0 മുതൽ 14 വരെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് 5 മുതൽ 7.5 വരെയുള്ള സ്ഥലത്താണ് ഈ ചെടികളെല്ലാം വളരുന്നത്. ചെറിയൊരു ബാൻഡ് വിഡ്ത്ത് ഉള്ളതിന്. അപ്പം അതിൽ സാധാരണ ഒരു 7, 6.5 ഒക്കെ വരുന്നതാണ് എല്ലാ ചെടികളും തന്നെ വളരുന്നത്. ആൽക്കലീൻ ലവിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും എല്ലാവരും പരിചിതമായിട്ടുള്ള വെണ്ടയൊക്കെ കൂടുതൽ ആൽക്കലീൻ ലവിങ് പ്ലാന്റ് ആണ്. അതിനൊക്കെ മ്യൂറേറ്റ് പൊട്ടാഷ് ഓക്കെയാണ്. അപ്പം ചിലത് സ്ലൈറ്റ്ലി ആസിഡ് ലവിങ് പ്ലാന്റ് ആയിരിക്കും, ഒരു 6.5 to 7. ചില പ്ലാന്റുകൾ, വഴുതനയ, തക്കാളി, റോസയ്, മുല്ല, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സ്ലൈറ്റ്ലി ആസിഡ് ലവിങ് പ്ലാന്റുകളാണ്. പിന്നെ നമ്മുടെ ബെറികൾ, ഹൈഡ്രേഞ്ചിയ, കാമിലിയായ, പിന്നെ എന്താണ് അസീലിയ, അങ്ങനെ തുടങ്ങിയ ചെടികൾ, പിന്നെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, റാസ്ബെറി, ഇങ്ങനെ എല്ലാ ബെറികളും തന്നെ ആസിഡ് ലവിങ് പ്ലാന്റുകളല്ലെങ്കിൽ 5 മുതൽ 5.5 വരെയൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ pH നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും നമ്മളൊരു കൃഷി മുന്നോട്ട് പോകണമെങ്കിൽ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ മഴയൊക്കെ നന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കും തെങ്ങിനൊക്കെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിൻ്റെ pH നോർമലായി കുറച്ച് കാൽസ്യത്തിൻ്റെ അവൈലബിലിറ്റിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കൂടുതൽ മഴ കിട്ടുന്നതുകൊണ്ട് എല്ലാവരുടെയും ഒരു മിഥ്യാധാരണയുണ്ട് ഈ മഴ വെള്ളം ന്യൂട്രലാണെന്നല്ല. മഴവെള്ളം നല്ല അസിഡിക് ആയിട്ടുള്ള ഒരു ഒന്നാണ്. അപ്പം ഈ മഴവെള്ളത്തിലെ അസിഡിറ്റിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കും. പഴയ ആൾക്കാർ തിയറി അറിയത്തില്ല, പക്ഷേങ്കിൽ പ്രാക്ടിക്കലി അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കുമ്മായി ഇട്ട് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ സൾഫേറ്റ് പൊട്ടാഷ് ഇടുമ്പം ഒരു പ്രശ്നമുള്ളത്, ഓൾറെഡി നമുക്ക് ആസിഡ് കൂടുതലാണ്, മണ്ണിന് pH ലോവറാണ്. കൂടെ നമ്മൾ സൾഫേറ്റ് പൊട്ടാഷും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അസിഡിക് ആകും. അപ്പോൾ നമ്മൾ ഏലത്തിനും ഒക്കെ ഇങ്ങനത്തെ സൾഫേറ്റ് പൊട്ടാഷ് ഇട്ട ശേഷം എന്താ പറയുന്ന കുമ്മായം ഇട്ട് കൊടുക്കുക. കുമ്മായം ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേനും അസിഡിറ്റി, അതിൻ്റെ pH ലെവൽ നോർമലായി വരും, കുറഞ്ഞു വരും. അപ്പം ചിലർ നീറ്റൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് സ്ലോ ആയിട്ട് റിലീസ് ചെയ്യും, എപ്പോഴും ബാലൻസ് ആയിട്ടിരിക്കും. ചിലർ കുമ്മായി ഇട്ട് കൊടുക്കും, ഫാസ്റ്റ് ആയിട്ട് അതിൻ്റെ ആക്ഷൻ കിട്ടും. അപ്പം ഇത്രയുള്ള ബേസിക്ക് നമ്മളത് തിരഞ്ഞെടുക്കുമ്പോൾ പൊട്ടാഷ് ചെടിക്ക് കരുത്ത് കൊടുക്കുന്നു, ഫോസ്ഫറസ് സീഡ് സെറ്റിങ്ങും ഫ്ലവറും റൂട്ടും ഉണ്ടാക്കുന്നു, നൈട്രജന് ഇതിൻ്റെ വളർച്ചയെ സഹായിക്കുന്നു. ഒരു മൂന്നും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് ചെടിയുടെ പ്രധാനപ്പെട്ട വളർച്ച. അത് കഴിഞ്ഞ ശേഷമാണ് ബാക്കിയുള്ള എലമെൻറ്റ്സ്, മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും വരുന്നത്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. See you tomorrow with another video.